ഹായ് ഫ്രണ്ട്സ്, പാർട്ട് 2വിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ. നമുക്ക് നോക്കാം മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികൾ. ദാരിദ്ര്യം. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. കുറഞ്ഞ വരുമാനമാണ് മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത്. കുറഞ്ഞ വരുമാനം കാരണം മനുഷ്യന് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ വരികയും അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും ഒരു വലയത്തിൽ എന്ന പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഭേദിച്ചാൽ മാത്രമേ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാകുകയുള്ളൂ. അടുത്തതായി തന്നിരിക്കുന്ന ഇമേജ് ഒന്ന് നോക്കാം. ദാരിദ്ര്യത്തിൽ നിന്ന് കുറഞ്ഞ വരുമാനം, കുറഞ്ഞ വാങ്ങൽ ശേഷി, അതിൽ നിന്ന് ഭക്ഷ്യദൗർലഭ്യം, പോഷകാഹാരക്കുറവ്, വിദ്യാഭ്യാസ പ്രാപ്യതയില്ലായ്മ, നിരന്തരമായ അസുഖങ്ങൾ, അതിൽ നിന്ന് ഉയർന്ന ശിശുമരണ നിരക്ക്, കുറഞ്ഞ ആയുർദൈർഘ്യം, ആശ്രിതരുടെ എണ്ണത്തിൽ വർധനവ്, അതിൽ നിന്ന് കുറഞ്ഞ ഉൽപാദനക്ഷമത, ജോലി ചെയ്യാനുള്ള ശേഷിക്കുറവ്, അതിൽ നിന്ന് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക്. മതിയായ വിദ്യാഭ്യാസവും ആരോഗ്യ സുരക്ഷയും നേടുന്നതിന് ദാരിദ്ര്യം വിഘാതമായി നിൽക്കുന്നു. ജനങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ നിന്ന് മുക്തരാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികളും നയങ്ങളും നിയമങ്ങളും കാലാനുസൃതമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ മാതൃകാപരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അടുത്തത് നോക്കാം. തൊഴിലില്ലായ്മ. നിലവിലുള്ള വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള, ആരോഗ്യവും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത അവസ്ഥയെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നു. വിദ്യാഭ്യാസത്തിനും നൈപുണിക്കും യോജ്യമായ തരത്തിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാതെ വരുന്നത് മാനവ വിഭവശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. മാനവ വിഭവശേഷിയെ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാവുകയുള്ളൂ. രാജ്യത്ത് പലതരത്തിലുള്ള തൊഴിലില്ലായ്മകളും നിലനിൽക്കുന്നുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടവ താഴെ കൊടുക്കുന്നു. പ്രകടമായ തൊഴിലില്ലായ്മ അഥവാ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ. ഘടനാപരമായ തൊഴിലില്ലായ്മ അഥവാ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. കാലികമായ തൊഴിലില്ലായ്മ അഥവാ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ. പ്രച്ഛന്ന തൊഴിലില്ലായ്മ അഥവാ ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ. ഒരു രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിൽ മനുഷ്യ മൂലധന രൂപീകരണത്തിൻ്റെ പങ്ക് നിസ്സീമമാണ്. മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവരലഭ്യത മുതലായവയാണെന്ന് നാം കണ്ടെത്തിയല്ലോ. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് വേണ്ടത്ര ശ്രദ്ധയും പരിഗണനയും നൽകുക എന്നത് സർക്കാരുകളുടെ പ്രധാന കർത്തവ്യമാണ്. അനുയോജ്യമായ പദ്ധതികളിലൂടെയും കൃത്യമായ ആസൂത്രണങ്ങളിലൂടെയും മാനവ വിഭവശേഷിയെ പരമാവധി വിനിയോഗിച്ച് മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാക്കുക വഴി രാഷ്ട്രത്തിൻ്റെ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്